നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കാത്തവർ വളരെ കുറവാണ്. കാരണം അത്രമാത്രം സുരക്ഷാ മേഖലയിൽ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ട്. വികസിത രാജ്യങ്ങളെപ്പോലെ തന്നെ സുരക്ഷയിൽ ഇപ്പോൾ ഭാരതം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ മുതൽ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ മുതൽ പോലീസ് സംവിധാനം വരെ ഇക്കാര്യത്തിൽ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുകയും ആയിരക്കണക്കിന് ജീവനുകൾ ഈ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി രക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ 2019 മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായുടെ പങ്കെന്ത് എന്നും നമുക്കറിയാം. അമിത്ഷായുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇത് സമ്മതിക്കുന്ന കാര്യമാണ്. എന്താണ് അമിത്ഷാ ഇവിടെ ചെയ്തത്? എന്താണ് അമിത്ഷായുടെ പങ്ക്? അതായത് ഈ രാജ്യം ഇത്രത്തോളം ഇവിടെ സുരക്ഷിതമായിരിക്കുന്നതിന് പിന്നിൽ എന്താണ്? രാജ്യവിരുദ്ധ ശക്തികളെല്ലാം ഇപ്പോൾ ഒതുങ്ങിക്കൂടിയതിന് പിന്നിൽ അമിത്ഷായുടെ പങ്കെന്ത് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു ജനതയാണ് ഇന്ന് ഇന്ത്യൻ ജനത. എങ്കിലും അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കഴിഞ്ഞ ദിവസം സദ്ഗുരു ജഗ്ഗി വാസുദേവൻ്റെ പ്രസ്താവനയിലൂടെ പ്രകടമാവുകയാണ് ചെയ്തത്. അമിത്ഷാ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് വലിയ വിശേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അമിത്ഷായെ വേദിയിലിരുത്തി രാഷ്ട്രീയ എതിരാളിയായ ഡി കെ ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിനെയും വേദിയിലിരുത്തിക്കൊണ്ടാണ് ജഗ്ഗി വാസുദേവ് ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിൽ ഒരുമിപ്പിച്ചത് ഒരു വലിയ സങ്കീർണമായ പ്രവൃത്തി തന്നെയായിരുന്നു. ആ പ്രവൃത്തി ചെയ്തത് ആരാണ് എന്ന് നമുക്കറിയാം. അത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേൽ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു രാജ്യം എന്ന നിലയിൽ നമ്മളിവിടെ ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ചരിത്രത്തിൽ എന്ന് വ്യക്തമാണ്. എന്നാൽ പട്ടേലിന് ശേഷം ഇതിന് സമാനമായ ഒരു കൃത്യം ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാളുണ്ട്. അത് മറ്റാരുമല്ല, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് അമിത്ഷായെ ഇങ്ങനെ പട്ടേലിനോട് ഈ ജഗ്ഗി വാസുദേവ് ഉപമിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് ഓരോ മാസവും ഓരോരോ സ്ഫോടനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നിരുന്നു. കശ്മീർ മാത്രമല്ല, ഹൈദരാബാദിലായിക്കോട്ടെ, ബോംബെയിലായിക്കോട്ടെ, പൂനെയിലായിക്കോട്ടെ, ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഏത് എന്ന് പോലും നമ്മൾ ചിന്തിച്ചിരിക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, കശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയതിൽ അമിത്ഷായ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ ഡി കെ ശിവകുമാറിനെ വേദിയിലിരുത്തി തന്നെ പറഞ്ഞു. ചരിത്രത്തിൽ കശ്മീരിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിൽ കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പോൾ. എന്തായാലും ചരിത്രത്തിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ, തെറ്റുകൾ പറ്റിയാൽ അത് ഭാവിയിൽ, പ്രത്യേകിച്ചും പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരുത്തിയെടുക്കുക എന്നത് വളരെ സങ്കീർണമായ പ്രവൃത്തിയാണ്. അതായത് കശ്മീരിന് ആർട്ടിക്കിൾ 370 നൽകിയ ചില അധികാരങ്ങൾ, ചില പ്രത്യേക അവകാശങ്ങൾ, ഈ അധികാരങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ അധികാരങ്ങളൊക്കെ അവിടുത്തെ വിഘടനവാദം തഴച്ചു വളരാൻ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ആർട്ടിക്കിൾ 370 എടുത്തു കളയുക എന്നത് അയത്ന ലളിതമായ ഒരു പദ്ധതി ആയിരുന്നില്ല. പക്ഷേ അത് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടുകൂടി ചെയ്തു കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ. അതും അധികാരത്തിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. ഇങ്ങനെ കശ്മീരിനെ ഇപ്പോൾ ഈ ടെററിസത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന കശ്മീരിനെ ഇപ്പോൾ സാധാരണ ഒരു സംസ്ഥാനമാക്കി മാറ്റി. അവിടുത്തെ പൊതുജന ജീവിതം ഇപ്പോൾ ഓൾമോസ്റ്റ് സാധാരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങൾ അവിടെ ഇവിടെയായി നടക്കുന്നുണ്ട്. അതും 2026 പൂർണ്ണമായും അവസാനിപ്പിച്ചു തരും എന്ന് അമിത്ഷാ വാക്കു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഗുജറാത്തുകാരനായ സർദാർ വല്ലഭായ് പട്ടേൽ, ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ, അതിനുശേഷം അതേ സംസ്ഥാനത്ത് നിന്നുള്ള തൻ്റെ പേര് ഇങ്ങനെ ജഗ്ഗി വാസുദേവ് പറയും എന്ന് അമിത്ഷാ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമിത്ഷാ ആ ഒരു പ്രസംഗത്തിനിടയിൽ അല്പം വികാരാധീനനാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അമിത്ഷാ അങ്ങനെ നിൽക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സ്വന്തം രാജ്യത്തിന് വേണ്ടി താൻ ചെയ്ത പ്രവൃത്തികൾ ഇങ്ങനെ ഒരാൾ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും അതിൽ ഒരു അല്പം വൈകാരികത ആ നേതാവിൻ്റെ മുഖത്തു നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശിവരാത്രിക്ക് ഈശ ഫൗണ്ടേഷൻ്റെ ആശ്രമത്തിൻ്റെ വളപ്പിൽ സംഘടിച്ച
പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ജഗ്ഗി വാസുദേവ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമിത്ഷാ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. അത് ബി ജെ പിക്കാരുടെയോ അല്ലെങ്കിൽ ആർ എസ് എസ്സുകാരുടെയോ മനസ്സുകളിൽ മാത്രമല്ല, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം ശിവരാത്രി ദിനത്തിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവ് നടത്തിയ പ്രസ്താവന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.